ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് അല്ലേ. നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുപാടിനോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കടമകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സൊസൈറ്റിയോട്, നമ്മുടെ ചുറ്റുപാടിനോട്, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്മാരോട്, പ്രകൃതിയോട് എല്ലാം നമുക്കൊരു കടമയുണ്ട്. അതേപോലെ ഒരു സംരംഭകൻ കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ നമ്മൾ 3 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സംരംഭകൻ എൻ്റർപ്രണർ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. രണ്ടാമത്, ഒരു സംരംഭകൻ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിനോട്, ഒരു എൻ്റർപ്രണർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. മൂന്നാമത്, ഒരു എൻ്റർപ്രണർ കമ്മ്യൂണിറ്റിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇത്തരത്തിൽ 3 കാറ്റഗറൈസേഷനാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കമ്മ്യൂണിറ്റി. ഓക്കെ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു സംരംഭകന് അദ്ദേഹത്തിൻ്റെ കൺസ്യൂമേഴ്സിനോടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിനോടുള്ളത്, അതേപോലെ കമ്മ്യൂണിറ്റിയോടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ്. കാരണം ഈ കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സംരംഭകൻ്റെ വിജയം. നമ്മൾ പറയാറില്ലേ, കസ്റ്റമർ ഈസ് കിങ്. നമ്മുടെ കൺസ്യൂമറെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ നമ്മളൊരു രാജാവിനെ പോലെ പരിഗണിക്കണം. എന്നാൽ മാത്രമാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽ നടക്കുകയുള്ളൂ, അതിലൂടെ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഘടകം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി കൺസ്യൂമേഴ്സിനോട് കാണിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത് സപ്ലൈ ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ഓക്കെ, 2 എലമെൻറ്റ്സ് ആണ് അവിടെ പറഞ്ഞത്. ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മുടെ കൺസ്യൂമേഴ്സിന് കൊടുക്കുക, അതൊരു റീസണബിൾ പ്രൈസിൽ കൊടുക്കുക. മാന്യമായ ഒരു വിലയിട്ടിട്ട് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ വേണം കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ. ഓക്കെ, മലയാളം ടേംസ് നമുക്ക് ഒപ്പം തന്നെ പറഞ്ഞു പോവാം. ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക. ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ച് കൺസ്യൂമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റാണ്. രണ്ടാമത് പറയുന്നത് അവോയ്ഡിങ് മിസ്ലീഡിങ് ആൻഡ് ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരിക്കലും മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കൺസ്യൂമേഴ്സിനോട് പറയരുത്, അറിയിക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രചരണം നൽകരുത്. എപ്പോഴും നമ്മൾ ജെന്യൂൻ ആയിരിക്കണം. നമ്മുടെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ജെന്യൂനിറ്റി എപ്പോഴും ആവശ്യമാണ്. അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരു സത്യസന്ധത നമ്മൾ പാലിക്കുക. അവോയ്ഡിങ് മിസ്ലീഡിങ് ആൻഡ് ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്സ്, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളോ വിവരങ്ങളോ ഒന്നും നൽകാതിരിക്കുക. മൂന്നാമത് പറയുന്നത് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ആഫ്റ്റർ സെയിൽസ് സർവീസസ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കൺസ്യൂമർ ഉപയോഗിച്ച് കഴിഞ്ഞ് അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമ്മൾ അറിയണം. അതുമാത്രമല്ല, അതിന് ശേഷം അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസുകളുണ്ട്. അപ്പോൾ ഗ്യാരൻറ്റി, വാറൻറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ്. അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മളോടൊരു താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനോടൊരു താല്പര്യം കൂടുതലുണ്ടാവും. അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, വിൽപ്പനാനന്തര സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ടേം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൺസ്യൂമേഴ്സിനോട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു എൻ്റർപ്രണർക്ക് കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞത്, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്വം. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാൻ പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലെ സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്.
അവരുടെ നമുക്കൊരു ഇപ്പം ഞാനൊരു എൻ്റർപ്രനറാണ്, എൻ്റെ മനസ്സിലൊരു നല്ല ആശയമുണ്ട്, അത് ഞാൻ എത്ര നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് അതിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു മെയിൻ ഘടകമാണ് എൻ്റെ എംപ്ലോയീസ്, എൻ്റെ സ്റ്റാഫ്. കാരണം അവരുടെ ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവും നമ്മുടെ ഓർഗനൈസേഷൻ്റെ വിജയത്തിലുണ്ടായിരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ എംപ്ലോയീസിനെ ഹാപ്പി ആക്കി ഇരുത്തുക, അല്ലെങ്കിൽ അവർ വളരെ സാറ്റിസ്ഫൈഡായി അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു നല്ല വർക്കിംഗ് എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവർ നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അത് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ ഓർഗനൈസേഷന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി തരാൻ സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ എംപ്ലോയീസിനെ അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവറോൺമെൻറ്റ്, നല്ലൊരു വർക്കിംഗ് കൾച്ചർ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫെയർ ആൻഡ് റീസണബിൾ വേജസ് ടു എംപ്ലോയീസ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് എപ്പോഴും റീസണബിൾ ആയിട്ടുള്ളൊരു വേതനം, ഒരു സാലറി കൊടുക്കാൻ ശ്രദ്ധിക്കുക. വേജസ് ഓർ സാലറി എന്താണെങ്കിലും റീസണബിൾ, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് അവർക്ക് നമ്മളെപ്പോഴും ആ ഒരു അതിനനുസരിച്ചുള്ളൊരു പേയ്മെൻറ്റ് സാലറി രൂപത്തിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മലയാളം അതിൽ പറയുന്നത് മാന്യവും ന്യായവുമായ വേതനം നൽകുക. ശമ്പളം നൽകുന്നതിനെ തന്നെയാണ് പറയുന്നത്. അവർ ചെയ്യുന്ന ജോലിക്ക് അതിന് തക്കതായൊരു ശമ്പളം നൽകുക. രണ്ടാമത്, ശമ്പളത്തിൻ്റെ പുറമെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അപ്പോൾ നമ്മുടെ ഓഫീസിലായിക്കോട്ടെ, ഫാക്ടറിയിലായിക്കോട്ടെ, നമ്മുടെ എവിടെയാണോ നമ്മുടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഈ സർവീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റി ആവാം, ചിലപ്പോൾ അതൊരു ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഒരു മെസ്സ് ഫെസിലിറ്റി ആവാം, ചിലപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യലാവാം. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഇത്രയും അല്ലെങ്കിൽ കംഫർട്ട് സോണിലിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണോ അത്തരത്തിലെല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് നമ്മുടെ സ്റ്റാഫിന് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാം നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു അവരുടെ കംഫർട്ടായിട്ടുള്ളൊരു എൻവറോൺമെൻറ്റ്, അത് അവർക്കൊരു ഹാപ്പി എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ ഒരുപാട് നന്നായി വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, അതിനാണ് പറയുന്നത് ദ പ്രൊവിഷൻ ഓഫ് ലേബർ വെൽഫെയർ facilities such as medical facilities, accommodation, canteen facility, drinking water, etc. ക്ഷേമ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതായത് അവർക്ക് വെൽഫെയർ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈദ്യസഹായം, താമസ സൗകര്യം, ക്യാൻറ്റീന്, കുടിവെള്ള സൗകര്യങ്ങൾ മുതലായവ കുറച്ച് എക്സാമ്പിൾസാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് വണ്ണാണ് ഓഫറിങ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഓരോ വ്യക്തിയും അവരുടെ വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരുടെ ഒരു ജോബ് സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് ഉയർന്ന മുകളിലേക്ക് പ്രൊമോഷൻ കിട്ടിയ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുക. അതിനെയാണ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോലി സുരക്ഷിതത്വവും ഉയർന്ന പദവികളിലേക്ക് സ്ഥാനക്കയറ്റവും നൽകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ് കണ്ടു, ടുവേർഡ്സ് എംപ്ലോയീസ് കണ്ടു. ഇനി നമുക്കുള്ളത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കമ്മ്യൂണിറ്റിയാണ്. ഒരു എൻ്റർപ്രണർ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയോട് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. അതിന് മെയിനായിട്ട് 3 പോയിൻറ്റ്സാണ് പറയുന്നത്. പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ആ സംരംഭകന് ചുറ്റുപാടുള്ള അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ കിട്ടണം അല്ലേ, അത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്വമാണ്. പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. രണ്ടാമത് പറയുന്നത് ടേക്കിംഗ് ഓൾ എഫേർട്സ് ടു പ്രിവെൻറ്റ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക. നമുക്ക് ചിലപ്പോൾ മുഴുവനായും ഫുള്ളായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പരിസ്ഥിതിക്കോ പ്രകൃതിക്കോ ഒരു രീതിയിലുള്ള കോട്ടം തട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈനറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സംരംഭം കാരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ പ്രകൃതിക്കോ പരിസ്ഥിതിക്കോ ഒരു രീതിയിലുള്ള കോട്ടം വരാൻ പാടില്ല. ഇത് നമുക്ക് നമ്മുടെ പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിനോട് നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിനാണ് പറഞ്ഞിട്ടുള്ളത് ടേക്കിംഗ് ഓൾ എഫേർട്സ് ടു പ്രിവെൻറ്റ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, റിവർ, വൈൽഡ് ലൈഫ് എക്സെട്ര. നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വനം, വന്യജീവി സമ്പത്ത്, നദികൾ,
മുതലായവയുടെ സംരക്ഷണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്തരം റിസോഴ്സസ് എല്ലാം നമ്മൾ നന്നായി മാക്സിമം സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മളിതിൽ അർത്ഥം വെച്ച് വരുന്നത് എന്താണെന്നാണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ പ്രകൃതിക്കോ നമ്മുടെ പരിസ്ഥിതിക്കോ നമ്മുടെ ചുറ്റുപാടിനോ ഒരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും സംഭവിക്കരുത്. അത് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ്റർപ്രണർ ആണ്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്, റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് കമ്മ്യൂണിറ്റി. ഈ 3 കാറ്റഗറിയിലും 3 പോയിൻറ്റ്സ് ഇതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പുറമേ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് കിട്ടും. എന്നാലും നമ്മൾ ബേസിക്കായിട്ട് 3 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ എല്ലാത്തിലും പഠിച്ച് വയ്ക്കുക. എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും എഴുതാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.